നമസ്കാരം. ആഗോള ഡിമാൻഡ് ഇടിഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് $1.29 ഇടിഞ്ഞ് ബാരലിന് $87.69 അതേസമയം വായ്പാ പലിശ നിരക്കിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ പുതിയ ചട്ടങ്ങളുമായി RBI. ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾ മുതൽ ചെറുകിട വായ്പകളിലെ APR പരിധി വരെ നിർണായക മാറ്റങ്ങളാണ് കരടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുട്ടികളെയും യുവാക്കളെയും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം തുടരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്തെന്ന ആരോപണത്തിൽ മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ ടെക് കമ്പനികൾക്കെതിരായ 3000-ലേറെ കേസുകൾക്ക് US അപ്പീൽ കോടതി അനുമതി നൽകി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള ഡിമാൻഡ് ഇടിഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $1 ഇടിഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് $1.29 ഇടിഞ്ഞ് ബാരലിന് $87.69 അതേസമയം US വെസ്റ്റ് ടെക്സ് ഇൻ്റർമീഡിയറ്റ് ക്രൂഡിന് $1.30 കുറഞ്ഞ് $81.97 US ഇറാൻ സംഘർഷം തുടരുന്നതിനാൽ ഈ പാദത്തിൽ ആഗോള എണ്ണ വിപണിയിൽ പ്രതിദിനം 1.8 ദശലക്ഷം ബാരലിൻ്റെ വിതരണക്കുറവ് ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അറിയിച്ചു. വായ്പ എടുത്തവർക്കും ഇനി പലിശ നിരക്കിൽ കൂടുതൽ സുതാര്യത. വായ്പാ പലിശ കണക്കാക്കുന്നതിൽ ബെഞ്ച്മാർക്ക് നിശ്ചയിക്കുന്നതിലും 2027 ഏപ്രിൽ മുതൽ പുതിയ ചട്ടങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് RBI. ഫ്ലോട്ടിംഗ് റേറ്റ് വായ്പകൾ എക്സ്റ്റേണൽ ബെഞ്ച്മാർക്കുമായി ബന്ധിപ്പിക്കുന്നത് മുതൽ ചെറുകിട വായ്പകളിലെ APR പരിധി വരെ നിരവധി മാറ്റങ്ങളാണ് കരടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. RBIയുടെ പുതിയ കരട് നിർദ്ദേശപ്രകാരം വാണിജ്യ ബാങ്കുകളുടെ ഫ്ലോട്ടിംഗ് റേറ്റ്, റീറ്റെയിൽ, വ്യക്തിഗത MSME വായ്പകൾ എക്സ്റ്റേണൽ ബെഞ്ച്മാർക്കുമായി ബന്ധിപ്പിക്കണം. ഇതോടെ RBIയുടെ പോളിസി നിരക്കിലെ മാറ്റങ്ങളുടെ ഗുണം വായ്പക്കാരിലേക്ക് കൂടുതൽ വേഗത്തിലെത്തും. അമിതമായ പലിശ ഈടാക്കുന്നത് തടയാൻ ചെറുകിട വായ്പകൾക്കും മൈക്രോ ഫിനാൻസ് വായ്പകൾക്കും ബാധകമായ APR സംബന്ധിച്ച് വ്യക്തമായ ഉയർന്ന പരിധി നിശ്ചയിക്കും. APR എന്നാൽ വാർഷിക ശതമാന നിരക്ക് എന്നാണ് അർത്ഥം. ഇതിൽ പലിശയും മറ്റു ഫീസുകളും ഉൾപ്പെടുന്നു. 50,000 രൂപ വരെയുള്ള വ്യക്തിഗത വായ്പകൾ ഈ നിയമപ്രകാരം ചെറുകിട വായ്പകളായി കണക്കാക്കും. ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന ഹ്രസ്വകാല കാർഷിക വായ്പകളിൽ ഈടാക്കുന്ന ആകെ പലിശയും മറ്റു ഫീസുകളും വായ്പാ തുകയേക്കാൾ കൂടുതൽ പാടില്ലെന്നും പറയുന്നു. നിലവിലെ വായ്പകളും ഘട്ടം ഘട്ടമായി പുതിയ സംവിധാനത്തിലേക്ക് മാറ്റേണ്ടി വരും. ഇതിനായി 2029 ഏപ്രിൽ 1 വരെ സമയപരിധി നൽകിയിട്ടുണ്ട്. അതേസമയം ഇത് അന്തിമ നിയമമല്ല. കരട് നിർദ്ദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് സെപ്റ്റംബർ 11 വരെ അഭിപ്രായം അറിയിക്കാം. കുട്ടികളെയും യുവാക്കളെയും സാമൂഹിക മാധ്യമ അടിമകളാക്കും വിധത്തിൽ പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്തുവെന്ന ആരോപണത്തിൽ മെറ്റ, ഗൂഗിൾ, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ കമ്പനികൾ പ്രതിരോധത്തിൽ. ഇവയ്ക്കെതിരെ ഫയൽ ചെയ്ത 3000-ലേറെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US അപ്പീൽ കോടതി അനുമതി നൽകി. കമ്പനികൾ നൽകിയ ഹർജി തള്ളിയാണ് സാൻ ഫ്രാൻസിസ്കോ 9ാം സർക്യൂട്ട് അപ്പീൽ കോടതിയുടെ വിധി. US കമ്മ്യൂണിക്കേഷൻസ് ഡീസൻസി നിയമ വകുപ്പ് പ്രകാരം 230 പ്രകാരമുള്ള സംരക്ഷണം ചൂണ്ടിക്കാട്ടി കേസുകൾ തള്ളണമെന്നായിരുന്നു കമ്പനികളുടെ ആവശ്യം. എന്നാൽ ആ വാദം പരിഗണിച്ച് ഈ ഘട്ടത്തിൽ കേസുകൾ അവസാനിപ്പിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയും ടെക് കമ്പനികളുടെ ഉത്തരവാദിത്വവും സംബന്ധിച്ച നിർണായക നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കുന്നതാണ് വിധി. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഉപയോക്താക്കളെ കൂടുതൽ സമയം ഓൺലൈൻ തുടരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഫീച്ചറുകൾ മനഃപൂർവ്വം രൂപകൽപ്പന ചെയ്തെന്നും ഇത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യത്തെ ബാധിച്ചെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. കമ്പനികൾ കുറ്റക്കാരാണെന്ന് കോടതി അന്തിമമായി വിധിച്ചിട്ടില്ലെങ്കിലും കേസുകൾ ഇനി കീഴ്ക്കോടതികളിലേക്ക് വിശദമായി പരിഗണിക്കപ്പെടും. വിവിധ സംസ്ഥാനങ്ങൾ, നഗരസഭകൾ, സ്കൂളുകൾ, ജില്ലകൾ, രക്ഷിതാക്കൾ, മറ്റു വ്യക്തികൾ തുടങ്ങിയവരാണ് കേസുകൾ നൽകിയത്. വിദേശികളുടെ ബർത്ത് ടൂറിസത്തിനെതിരെ നടപടി കടുപ്പിച്ച് US. അമേരിക്കൻ പൗരത്വം വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് US ഭരണകൂടം വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ബർത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് 600-ലധികം വിദേശികളുടെ വിസകൾ റദ്ദാക്കിയതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. വിസ, ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപടി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേക ബർത്ത് ടൂറിസം പ്രിവെൻഷൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു.
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുമായി ചേർന്നാണ് ഈ ടാസ്ക് ഫോഴ്സ് പ്രവർത്തിക്കുന്നത്. ആഗോളതലത്തിൽ വിസ ഉടമകളുടെ യാത്രാ വിവരങ്ങളും മുൻകാല ചരിത്രവും അപേക്ഷാരേഖകളും സമഗ്രമായി പരിശോധിച്ച ശേഷമാണ് വിസകൾ റദ്ദാക്കുന്നത്. അമേരിക്കൻ വിസ എന്നതൊരു അവകാശമല്ല, മറിച്ചൊരു ആനുകൂല്യം മാത്രമാണെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലപാട്. യാത്രാ ഉദ്ദേശം മറച്ചുവെക്കുകയോ വിസ അപേക്ഷകളിൽ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്ന വിദേശികൾക്ക് ഭാവിയിൽ എന്നേക്കുമായി അമേരിക്കയിലേക്ക് പ്രവേശന വിലക്ക് നേരിടേണ്ടി വരും. ജൂലൈയിൽ കമ്പനികളിൽ നിന്നും ഡീലർമാരിലേക്കുള്ള ആഭ്യന്തര യാത്രാ വാഹനങ്ങളുടെ വിതരണം വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 34.3% വർദ്ധിച്ച് 4,57,810 യൂണിറ്റുകളായെന്നും വ്യവസായ സംഘടന സിയാം അറിയിച്ചു. 2025 ജൂലൈയിൽ 3,40,772 പാസഞ്ചർ വാഹനങ്ങളാണ് വിതരണം ചെയ്തതെന്ന് സിയാം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 15,69,120 യൂണിറ്റുകൾ അപേക്ഷിച്ച് കഴിഞ്ഞ മാസം ഇരുചക്ര വാഹനങ്ങളുടെ ആകെ വിൽപ്പന 22.6% വർദ്ധിച്ച് 19,23,483 യൂണിറ്റിലെത്തി. അഡ്വാൻസ് ടിപ്പ് ആവശ്യപ്പെടുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ഊബർ റാപ്പിഡോ ആപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. യാത്രയ്ക്ക് മുമ്പോ ബുക്കിംഗ് സമയത്തോ അധിക തുക ആവശ്യപ്പെടുന്നത് മോട്ടോർ വാഹന അഗ്രിഗേറ്റർ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. ഇത്തരം രീതികൾ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനവുമാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ടിപ്പ് നൽകുന്നത് തികച്ചും സ്വമേധയാ ഉള്ള കാര്യമാണെന്നും അത് യാത്ര പൂർത്തിയായ ശേഷം മാത്രം സ്വീകരിക്കാവൂവെന്നും കേന്ദ്രം അറിയിച്ചു. സേവന നിലവാരം മെച്ചപ്പെടുത്താനോ ഡ്രൈവറെ വേഗത്തിൽ അനുവദിക്കാനോ എന്ന പേരിൽ അനാവശ്യ തുക നൽകാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫീച്ചറും ആപ്പുകളിൽ പാടില്ല നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. AI ഉള്ളടക്കം തിരിച്ചറിയാൻ രഹസ്യ വാട്ടർമാർക്ക് ചേർക്കാൻ ഒരുങ്ങി ലോകത്തെ മുൻനിര AI കമ്പനിയായ ആന്ത്രോപിക്. മറ്റ് കമ്പനികൾ സമാനമായ നടപടികൾ വൈകാതെ സ്വീകരിച്ചേക്കാം. തങ്ങളുടെ AI മോഡലുകൾ നിർമ്മിക്കുന്ന ടെക്സ്റ്റുകളിൽ അദൃശ്യ വാട്ടർമാർക്ക് ചേർക്കുമെന്നാണ് ആന്ത്രോപിക്കിൻ്റെ പ്രഖ്യാപനം. AI ഉള്ളടക്കം എവിടെയെങ്കിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ പോലും അതിലൊരു ഹിഡൻ സിഗ്നൽ അവശേഷിക്കും. ആന്ത്രോപിക് അടുത്തിടെ ഒപ്പുവെച്ച യൂറോപ്യൻ യൂണിയൻ്റെ AI ആക്ട് ആർട്ടിക്കിൾ 15 ക്ലോസ് 2 കോഡ് ഓഫ് പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. 2026 ഓഗസ്റ്റ് 2 മുതൽ പുറത്തിറങ്ങുന്ന ക്ലോഡ് മോഡലുകൾ ഇതനുസരിച്ചാവും പ്രവർത്തിക്കുക. ഈ ഫീച്ചർ ലോകമെമ്പാടും ലഭ്യമാകുമെന്നും ആന്ത്രോപിക് പറയുന്നു. AI വ്യാപകമായതോടെ ഉള്ളടക്കം മനുഷ്യൻ തയ്യാറാക്കിയതോ അതോ AI തയ്യാറാക്കിയതോ എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതി വന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഈ സാഹചര്യം തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. കോടതി വിധികൾ തയ്യാറാക്കാൻ AI ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് സുപ്രീം കോടതി അടുത്തിടെ മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി എലിപ്പനിയും മലേറിയയും ഇൻഫ്ലുവൻസയും വ്യാപിക്കുന്നു. 2 ആഴ്ചയ്ക്കിടെ 71 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതിൽ 36 രോഗികളും ഇടുക്കി ജില്ലയിലാണ്. ദേവികുളം, കട്ടപ്പന, സേനാപതി, കാഞ്ചിയാർ, കാമാക്ഷി, അയ്യപ്പൻകോവിൽ, ചിത്തരപുരം, പള്ളിവാസൽ, വണ്ടൻമേട്, അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലാണിത്. ഈ വർഷം ഇതുവരെ 696 പേർക്ക് മലേറിയ ബാധിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. തൃശൂർ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലിപ്പനിയും വൈറൽ പനിയുമായ ഇൻഫ്ലുവൻസയും ഡെങ്കിപ്പനിയും ബാധിച്ച് ചികിത്സയിലെത്തുന്നവരുടെ എണ്ണം കൂടി. പ്രതിദിനം ശരാശരി 100ഓളം പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നത്. ലക്ഷണങ്ങളോടെ ഈ മാസം ചികിത്സ തേടിയ 2677 പേരിൽ 902 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2 പേർ മരിച്ചു. ഈ വർഷം ഇതുവരെ ഇൻഫ്ലുവൻസ ബാധിച്ച് 83 പേർ മരിച്ചു. എലിപ്പനി പിടിപെട്ട് 73 പേരും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 43 പേരും ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ച് 33 പേരും മരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ 1 ഗ്രാം സ്വർണ്ണത്തിന് 14,220 രൂപയും പവന് 1,13,760 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,680 രൂപയും പവന് 93,440 രൂപയുമാണ് വിപണി വില. വെള്ളി ഗ്രാമിന് 255 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.